കെവിൻ, 2025 എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടി ഇടതുപക്ഷം നേരിട്ട ഒരു വർഷമായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒന്നെന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. ഏറ്റവും ഒടുവിൽ ആന്റണി രാജുവിനെതിരെ ഉണ്ടായ നടപടി. ശരി, അപ്പോൾ ഒരുപാട് കേസുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യമേ നമ്മൾ സംസാരിക്കാനുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ CPM-നെ അപ്പാടെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു. ഇടതുപക്ഷം ആകെ കളങ്കപ്പെട്ട ഒരു വിഷയമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. അതിൽ നിന്ന് ഇനി ഉയർത്തെഴുന്നേറ്റ് വരുമോ ഇടതുപക്ഷം? അല്ല, തീർച്ചയായിട്ടും. അതായത് പണ്ട് സിനിമയിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നാണ് മരം പെയ്തിട്ട് എന്ന് പറയുന്ന ഒരു ആപ്തവാക്യമാണ് ഇവിടെ പറയാനുള്ളത്. എന്താണ് സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഈ CPM-നെ കളങ്കിതമാക്കി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് എന്തുകൊണ്ടാണെന്ന് ഞാൻ വ്യക്തമാക്കാം. കാരണം അതിൽ കുറെ CPM പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട്. കേസ് അന്വേഷണം 2-3 മാസമായിട്ടുണ്ടെങ്കിൽ പോലും കേസ് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. തൊണ്ടി മുതൽ എവിടെയാണെന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ തൊണ്ടി മുതൽ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. അത് ഏത് രൂപത്തിലാണെന്ന് അറിയില്ല, ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. പിണറായി സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോൾ നടന്ന കൊള്ളയിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല, ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മാധ്യമങ്ങൾ അടക്കം ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഈ CPM പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട്. CPM-ന്റെ പേര് നോക്കൂ, 2019 മുതൽ 25 വരെയുള്ള കാലയളവിൽ അല്ലെങ്കിൽ ആ സമയത്ത് എപ്പോഴാണ് ഇത്തരത്തിൽ ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ള ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യത്തെ പറ്റി മേഘയ്ക്ക് ധാരണയുണ്ടോ? എനിക്ക് ധാരണ 2019 പറയുന്നത്, അല്ലെങ്കിൽ 2016 അപ്പൊ പറയപ്പെടുന്നു. അതായത് 2015 അവസാന ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ നോമിനി ആയിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത്? അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന മരണപ്പെട്ടു പോയ ബഹുമാനീയനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നോമിനി ആയിട്ടാണ് പോകുന്നത്. നോക്കൂ, 2016 കേരളത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏൽക്കുന്നു. ആ സമയം മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ കണക്കുകൾ വെച്ചാണ് അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ വെച്ചാണ് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. SIT കുറ്റപത്രം സമർപ്പിച്ചോ? ഇല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മെയിനായിട്ട് ഈ കളവിന് പിന്നിലെന്ന് SIT-യുടെ മൊഴികളിൽ നിന്ന് വ്യക്തമായില്ലേ? ഇതിനകത്ത് CPM-ന്റെ ശരി, ഏത് വർഷമായിരുന്നു ഇടതുപക്ഷം ഭരണത്തിലേറിയത്? 2016. 2015 അവസാനത്തോടുകൂടി ശബരിമലയിൽ കയറിയ ഉണ്ണികൃഷ്ണൻ പോറ്റി 10 ദിവസം കൊണ്ട് ഈ പറഞ്ഞ പഞ്ചലോഹ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും കട്ടിളപ്പാളികളും അതുപോലെ തന്നെ പീഠവും വ്യാളി രൂപവും ശിവന്റെ രൂപവും എല്ലാം 10 ദിവസം കൊണ്ട് അടിച്ചു മാറ്റി. എനിക്കൊന്നും ഉമ്മൻചാണ്ടി ഈ ഭരണം അവസാനിപ്പിച്ചിറങ്ങുന്നതിന് മുൻപ് തന്നെ ഇതൊക്കെ എടുത്ത് ചാക്കി കെട്ടി പുറത്തിറങ്ങി എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ ഓക്കെ, ശരി, നമുക്കൊരു ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ 2015 കൊണ്ടുപോയി എന്ന് വിശ്വസിക്കാം. ബാക്കി പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുപോയത് 2016 ശേഷമായിരിക്കാമല്ലോ. അപ്പോൾ പിണറായി സർക്കാരിന് ഇത് തടുക്കാമായിരുന്ന ഒരു കൊള്ളയായിരുന്നല്ലോ. അന്ന് തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവരാമായിരുന്നല്ലോ. അടുത്ത 15 വർഷം ഭരിക്കാനുള്ള ഒരു ചീട്ടുണ്ടാക്കി വെക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കൃത്യമായി അവിടെ നിന്ന് കടത്തിയത് എങ്ങനെയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വാസുവിന്റെ പങ്ക് എത്രത്തോളമാണെന്ന് പുറത്തു വന്നിട്ടില്ല. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായ മനുഷ്യനാരെന്ന് പറഞ്ഞില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. കടകംപള്ളി ഇന്ന് അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും, മറ്റന്നാൾ അറസ്റ്റ് ചെയ്യും. കടകംപള്ളി 2019 ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൽ നിന്നും കുറച്ച് വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് അതിനുവേണ്ടി വളരെ രഹസ്യാത്മകമായി വിളിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്ത് തിരിച്ചുവിടുന്നു. രഹസ്യാത്മകമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ബൈറ്റ് കൊടുത്തിട്ട് സ്വന്തം വാഹനത്തിൽ കയറി പോകുന്ന കെവിനത് പറഞ്ഞു കഴിഞ്ഞു. ചോദ്യം ചെയ്യലിന് ശേഷം ചോദ്യം ചെയ്യുന്നു എന്ന് ആര് പറഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അതാണ് രഹസ്യമായ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് ആ കാലത്തുണ്ടായിരുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു ദേവസ്വം മന്ത്രി സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയെടുത്ത് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നതിനെ ചോദ്യം ചെയ്യലെന്ന് വ്യാഖ്യാനിക്കണമെങ്കിൽ വ്യാഖ്യാനിക്കാം. മറ്റ് രണ്ടാമത്തെ കാര്യം നോക്കൂ, ഇതിലെവിടെയാണ് CPM-നെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? പത്മകുമാർ കസ്റ്റഡിയിലായിട്ടുണ്ടെങ്കിലും വാസു കസ്റ്റഡിയിലുള്ള ഇതിൽ നിഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾ അപ്പോഴും അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുന്നില്ല. എന്തുകൊണ്ട് ആന്റണി, അടൂർ പ്രകാശ്, സോണിയാഗാന്ധി പോലുള്ളവർ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു ചിത്രത്തിലേക്ക് വരുന്നുണ്ട്? ഈ സോണിയാഗാന്ധിയുടെ ബന്ധു അല്ലെങ്കിൽ സഹോദരിമാരുടെ പേരിലുള്ള ഇറ്റലിയിലെ ഗണപതി എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സ്ഥാപനത്തിലേക്ക് ഈ സ്വർണം പോയിട്ടുള്ള സംശയം അതൊക്കെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് ഇവിടെ പിണറായി വിജയൻ സ്വർണം മോഷ്ടിച്ചു, വാസവൻ സ്വർണം മോഷ്ടിച്ചു, കടകംപള്ളി സ്വർണം മോഷ്ടിച്ചു എന്ന്
പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. ഒരു മുന്നണിക്കെതിരെ ഈ കേരളത്തിലെ കണ്ട മാധ്യമങ്ങളെല്ലാം ഒത്തുകൂടി ഒരുമിച്ചൊരു നറേറ്റീവ് ഉണ്ടാക്കി LDF-നെ തന്നെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെ തന്നെയാണ് താങ്കൾ പറഞ്ഞത്. ശരി, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അപ്പോ അതിപ്പോ ആരാണ് ഇത് എവിടേക്കാണ് കൊണ്ടുവന്ന് കെട്ടാൻ ശ്രമിക്കുന്നത്? നോക്കൂ, ഞാനൊരു കാര്യം ചോദിക്കാം, വളരെ സിമ്പിൾ ആയ ഒരു കാര്യം ചോദിക്കുകയാണ്. പത്മകുമാറിനെതിരെയും വാസുവിനെതിരെയും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചോദിച്ചു കഴിഞ്ഞു. കേൾക്കൂ, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ ഒരു പേരിനെങ്കിലും ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ പറയാനൊരു കാരണമെങ്കിലും ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നേനെ. പക്ഷെ അത് ചെയ്തില്ല. അത് ഭയത്തിന്റെ പുറത്തല്ലേ? ഉന്നതരുടെ പേരുകൾ, ഈ പറഞ്ഞ ദൈവതുല്യരായ പലരുടെയും പേരുകൾ പുറത്തു വരുമെന്ന ഭയം ഉള്ളത് കൊണ്ടല്ലേ ഇടതുപക്ഷം അതിൽ നടപടി എടുക്കാത്തത്? 3 കാര്യങ്ങളാണുള്ളത്. വാസു, പത്മകുമാർ എന്നിവർ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും MLA ഗവേണൻസ് പവറിലോ ഇരിക്കുന്നവരാണോ? 2 ചോദ്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, അവർ CPM-ൽ ഒരാള് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും സെക്രട്ടേറിയറ്റ് വാസു CPM അനുഭാവിയാണ്. കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ ഇടതുപക്ഷത്തിന്റെ അസോസിയേഷൻ മെമ്പറാണ്, ഭാരവാഹിയാണ്. ഇത് പുറത്താക്കാത്തത് ഇവിടുത്തെ പൊതുസമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു? ഒന്നാമത്തെ ചോദ്യം ഇതാണ്. രണ്ടാമത്തെ ചോദ്യം, ഇവർക്കെതിരെ എവിടെ കുറ്റപത്രം? കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല SIT. വാസുവിനെതിരെ വാസു ചെയ്തത് എന്താണ്? വാസു കൊടുത്ത കമ്മീഷണറാണെന്ന് പറയുന്നു. അതേപോലെ പത്മകുമാർ ഇത്തരത്തിൽ അത് കൂട്ടുനിന്നു എന്ന് പറയുന്നു. കടകംപള്ളി ചോദ്യം ചെയ്യുന്നു. ഈ മൊഴികളും അവർ കൊടുക്കുന്ന ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരങ്ങളും എല്ലാം തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT അന്വേഷണത്തിന്റെ ഉള്ളിൽ നിന്ന് വിവരങ്ങൾ എങ്ങനെ ചോരുന്നു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഉയർത്തിയിരുന്ന മറ്റൊരു വാദമായിരുന്നു ഇതിനകത്ത് 2 CPM അതിലേക്ക് വരാം. അതിനു മുൻപ് ഒരു MLA സ്ഥാനത്ത് ഒരു കീ പോസ്റ്റിലോ ഇരിക്കാത്ത 2 പ്രവർത്തകരെ പുറത്താക്കുന്നതിൽ എന്താണ് മടി? CPM-ന്റെ മടി എന്താണ്? അത് ഭയക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഭയക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, CPM-ന്റെ ഒരു നേതാവ് കാണിക്കണമായിരുന്നു. ഞങ്ങൾ ഇന്ന കാരണം കൊണ്ട് പുറത്താക്കുന്നില്ല, ഞങ്ങൾക്ക് അവരെന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഒരു ബന്ധവുമില്ലാത്ത, പുലബന്ധമില്ലാത്ത മനുഷ്യരാണ്, ഞങ്ങൾക്ക് ഇതിൽ ഒരു പങ്കുമില്ല എന്ന് പറയാനുള്ള ആർജവം ആരെങ്കിലും ഒരാൾ കാണിച്ചിരുന്നെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെങ്കിലും ഇത്രയും വലിയൊരു തിരിച്ചടി നേരിടാതെ മുഖം രക്ഷിക്കാമായിരുന്നില്ലേ? നോക്കൂ, അതായത് പത്മകുമാർ അല്ലെങ്കിൽ വാസുവിനെ പോലുള്ളവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്ത ഘടകം തീരുമാനിക്കുന്നത്. നോക്കൂ, ഈ പാർട്ടിയുടേതായ പ്രൊസീജിയറുകളുണ്ട്. അല്ലാതെ ഒരു ആരോപണം വന്നുള്ള ഉടൻ തന്നെ MLA സ്ഥാനം നോക്കൂ, അന്ന് രാഹുൽ മാങ്കൂട്ടം കേസെടുക്കും, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെക്കാൻ കഴിയില്ലെന്നേ. ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ MLA ആന്റണി രാജുവിനെതിരെയുള്ള, അതായത് അടിവസ്ത്രം ബന്ധപ്പെട്ടുള്ള കേസിൽ അദ്ദേഹം ഇന്ന് രാജിവെക്കേണ്ടി വരും. കുറ്റപത്രം സമർപ്പിക്കുന്ന മുറയ്ക്ക് പാർട്ടി കൃത്യമായ നടപടി. കഴിഞ്ഞ ദിവസം ആദരണീയനായ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്താണ് പറഞ്ഞത്? അത് തന്നോടല്ല ചോദിക്കാനുള്ളത്. പാർട്ടി എത്തരത്തിലുള്ളൊരു നടപടി എടുക്കണമെങ്കിൽ അത് കൃത്യമായി എടുത്തു തന്നെ പോകും. തന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും ഉത്തരമില്ലാത്തൊരു മുഖ്യമന്ത്രിയോട് പാർട്ടിയുടെ ഒരു കാര്യം, തന്റെ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളുടെ കാര്യം ചോദിച്ചാൽ അദ്ദേഹം അത്തരം ഒരു ഉത്തരമേ തരുള്ളൂ. ശരി, അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. താങ്കൾ ഉന്നയിച്ച രണ്ടാമത്തെ കാര്യം, SIT സംഘത്തിൽ 2 CPM പ്രവർത്തകർ ഉണ്ടെന്നുള്ള വാദം നിങ്ങൾ ഉയർത്തിയല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ സംഘത്തിന്റെ അന്വേഷണം പോകുന്ന ഈ ദ്രുതഗതി ഉണ്ടല്ലോ, കഴിഞ്ഞ 2 മാസങ്ങളായി ചോദ്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥ ഹൈക്കോടതിയാണ്. SIT സംഘത്തെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഏത് അസോസിയേഷനിലാണ് അല്ലെങ്കിൽ പോലീസിന്റെ ഏത് ഘടകത്തിലാണ് ഇവിടെ CPM അനുഭാവം, കോൺഗ്രസ് അനുഭാവം, RSS അനുഭാവം ഇല്ലാത്തത്? ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സിന്റെ ഇടയിലുണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ ആരോപണങ്ങൾ മാത്രമല്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു കമ്പി കൊണ്ട് എറിഞ്ഞു കൊള്ളിക്കാതെ തെളിവുകൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ. അപ്പോൾ ആലോചിക്കാം. ഇത്തരത്തിൽ ചോർത്തി കൊടുക്കുന്നു. എന്താണ് ചോർത്തി കൊടുക്കുന്നത്? ഇവിടുത്തെ മറ്റൊരു കാര്യം, ഈ കേസിന്റെ മെല്ലെ പോക്കിൽ ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ല കെവിന്? അല്ല, തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ആഭ്യന്തര വകുപ്പിന് ഇതിൽ കൈകടത്താൻ പറ്റില്ല. നോക്കൂ, ആഭ്യന്തര വകുപ്പ് വ്യക്തികൾക്ക് കൈകടത്താൻ കഴിയില്ല. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന അന്ധമായ അനുഭാവിത്വമുള്ള CPM പ്രവർത്തകർ പല ന്യായീകരണങ്ങളും നടത്താറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് പാർട്ടിയാണ് ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കുന്നത് എന്ന്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, CPM പ്രവർത്തകർക്ക് എല്ലാം തന്നെ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കാനുള്ള പ്രാപ്തിയുണ്ട്. അപ്പോൾ ഈ പറയുന്ന CPM പ്രവർത്തകർ ഒരു SIT സംഘത്തിനകത്തിരുന്നാൽ തന്നെയും, ഞാൻ ഈ പറയുന്നത് ഹൈക്കോടതിയെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ പരിധിയിൽ വരുന്നതല്ല, വിമർശനമായിട്ട് തന്നെ ഇതിനെ എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് വ്യക്തിപരമായി ഇതിനെ വളച്ചൊടിക്കാൻ
വളച്ചൊടിക്കാൻ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് വിവരങ്ങൾ ചോർത്തി നൽകാൻ കൃത്യമായി പുറത്തേക്ക് കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഗതി ഇങ്ങനെയാണ് പോകുന്നതെന്ന് പുറത്ത് പറയാൻ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇവരെന്തിനാ ചോർത്തി നൽകുന്നത്? ഇവിടുത്തെ 24x7 വാർത്താ ചാനലുകൾ മുക്കി മൂളി തുപ്പി എന്ന് പറഞ്ഞ് കൊടുത്തോണ്ടിരിക്കല്ലേ, പിന്നെ എന്തിനാണ് പ്രത്യേകിച്ച് CPM അനുഭവത്തിലുള്ള SIT സംഘത്തിലെ പോലീസുകാർ ചോർത്തി നൽകുന്നത് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നില്ലേ? മുക്കി മൂളി തുപ്പി എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ ഇത് ചോർത്തുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. കേരളത്തിലെ ജനത ഈ ന്യൂസിന്റെ മുക്കും മൂലയും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശബരിമലയിൽ നിന്ന് സാധനങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയി, ഇപ്പോൾ എവിടെയുണ്ട്, ആര് കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി എന്നറിയാൻ കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് TV ഓണാക്കി കേരളത്തിലെ ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മാധ്യമങ്ങൾ ഇതിന്റെ പുറകെ പോകുന്നത്. ഇതിന് അല്ലാതെ ഇതിന് പിന്നിൽ ഒരു മാധ്യമ അജണ്ടയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ജനങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള ന്യൂസ് കവറേജ് മാത്രമാണ്. ഈ കേസിന് പിന്നിൽ കൃത്യമായ അജണ്ട നടക്കുന്നുണ്ട്. അന്വേഷണം ഒരു ഭാഗത്തൂടെ പോകട്ടെ, തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന്. അതെ, സോണിയാഗാന്ധിയുടെ സഹോദരി ഗണപതി എന്ന ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഗണപതി സ്റ്റേഷനറി കടയിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും അത് കൃത്യമായി തന്നെ ഇപ്പൊ ആദ്യഘട്ടത്തിൽ മേഘ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അടിച്ചുകൊണ്ട് പോയ സ്വർണം എവിടെയെന്ന്. അത് SITയുടെ പരിധി നിൽക്കുന്ന കാര്യമല്ല. ഇത് രാജ്യാന്തര ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസികൾ വരണം. എന്തുകൊണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നില്ല, ആന്റോ ആന്റണി ചോദ്യം ചെയ്യുന്നില്ല, അതേപോലെ സോണിയാഗാന്ധി ഇതുവരെ വാ തുറന്നിട്ടില്ല. അപ്പം ഇത്തരത്തിൽ കോൺഗ്രസ് ഇതിൽ നിന്ന് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പരിപാടി മതിയാക്കണം. ഇതിൽ ഞാൻ കൃത്യമായി പറയുന്നു, CPM-മാർക്ക് പങ്കുണ്ടെങ്കിൽ CPM-മാർക്ക് പങ്കുണ്ട്. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മാത്രമല്ല പങ്ക്, കോൺഗ്രസിനും പങ്കുണ്ട്. കോൺഗ്രസ്സുകാർക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ട്. നോക്കൂ, ഒരു ഫോട്ടോ വെച്ച് വക്രീകരിക്കുന്നത് മാത്രമല്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ പറയുന്ന എല്ലാവർക്കും പങ്കുണ്ടാകും. പക്ഷെ അതിന് ചുക്കാൻ പിടിച്ചുകൊടുത്ത ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ഉത്തരം പറയണമെന്നാണ് ഇവിടെ എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കോൺഗ്രസ് അനുഭാവിയായിരിക്കാം, ഞാൻ തള്ളിക്കളയുന്നില്ല, അത് ഉള്ള കാര്യമായിരിക്കാം. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ തന്നെ അദ്ദേഹം ശിക്ഷ ഏറ്റുവാങ്ങട്ടെ. പക്ഷെ ഇതിനെല്ലാം കൈകൊടുത്ത് അനുഗ്രഹിച്ച മനുഷ്യരുണ്ടല്ലോ, ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയുമായി. അതെ, തെളിയിച്ചാൽ മാത്രം ഇത് പുറത്തു വരട്ടെ. അപ്പോൾ ഈ തെളിയിക്കുന്ന മുറയ്ക്കേ ഇത് പുറത്തു വരുള്ളൂ എന്നറിയാം. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടിയാണോ ഈ കേസിന്റെ മെല്ലെപ്പോക്ക് നടക്കുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴും ഇവർക്ക് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ആഭ്യന്തര വകുപ്പാണോ ഈ കേസിനെ ഇങ്ങനെ മെല്ലെ കൊണ്ടുപോകുന്നത്? ഇത് ഹൈക്കോടതി സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം VD സതീശൻ അടക്കം പറയുന്നുണ്ട്. SIT സംഘത്തിൽ കൃത്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് പിണറായി സർക്കാർ, ഇല്ലേ? എന്തോ എനിക്കറിയില്ല, VD സതീശനോട് ചോദിക്കണം.